നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു, വിധി ദിലീപിന് അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുമ്പോൾ അത് സർക്കാരിനെതിരായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോൾ ദിലീപിന് അനുകൂലമായുള്ള ഒരു വിധി വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇത് തന്നെയാണോ സാർ ഉദ്ദേശിച്ചിരുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോ ഇന്ന് രാവിലെ തന്നെ ആദ്യത്തെ കേസായിട്ടാണ് കോടതി ദിലീപിന്റെ കേസ് പരിഗണിച്ചത്. അപ്പോ നടി എന്ന് പറയുമ്പോൾ പ്രശസ്തിയായ നടിയാണ്. നമ്മുടെ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും അറിയപ്പെടുന്ന ഒരു നടിയാണ്. അപ്പോ പൊതുജനം വളരെ ജാഗ്രതയോട് കൂടിയാണ് കണ്ടത് ഈ വിധിന്യായത്തെ. അപ്പോ വിധിന്യായം പുറത്തു വന്നു. 6 പേരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തി. 6 പേരും ജയിലിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ദിലീപിന്റെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ദിലീപ് പറയുന്നത്, എന്നെ ഒരു വലിയ അന്വേഷണ ഉദ്യോഗസ്ഥ, ഒരു IPS റാങ്കിലുള്ള ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥയും അവർ നിർദ്ദേശിച്ച ചില ക്രിമിനൽ സംഘങ്ങളും, അതായത് ആ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരും കൂടി എന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ആ കേസിൽ ഉൾപ്പെടുത്തിയതാണ്. ഞാൻ നിരപരാധിയാണ്. ആ നിരപരാധിത്വം ഇപ്പോ തെളിഞ്ഞിരിക്കുന്നു. ഞാൻ കുറ്റവിമുക്തനായി എന്നുള്ള ഒരു ഭാഗമാണ്, സബ്ജക്റ്റാണ് ദിലീപ് ഉയർത്തിയിരിക്കുന്നത്. ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെയും യാഥാർത്ഥ്യമാണ്. അതെ, ഫാബ്രിക്കേറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ദിലീപിനെ ആ കേസിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം കൃത്യമാണ്. ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട ആളുകൾ തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഈ കേസ് സംഭവം നടക്കുന്നത് 2017 ഫെബ്രുവരി 17 ഈ രാത്രി ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ ഒരു നടിക്ക് വന്ന ഈ ഒരു വളരെ മാനസിക ആഘാതം, അത് ആ സ്ഥലത്തെ ജൂറിക്ഷനിലെ MLA അടക്കമുള്ള ആളുകളുമായി പങ്കുവയ്ക്കുകയും അവർ നിയമപരമായി പോലീസിനെ അറിയിക്കുകയും ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അതിന് സത്യാവസ്ഥയുണ്ട് എന്ന് പോലീസിനും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഫെബ്രുവരിയിൽ എടുത്ത കേസ് ഏപ്രിൽ മാസത്തിൽ അവര് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്. ആ അന്തിമ റിപ്പോർട്ടിൽ 6 പേരാണ്, 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് കൊടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും കോടതി ചെയ്തു. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഈ അന്തിമ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സിനിമാ ലോകത്തിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതികരണവും കാര്യങ്ങളും എല്ലാം ദിലീപിന് എതിരായി രൂപപ്പെട്ടു വരികയാണ്. അത് മാധ്യമങ്ങളിലൂടെ അടക്കം പൊതുസമൂഹങ്ങളിൽ വളരെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം അതിന്റെ അകത്ത് വന്നു കഴിഞ്ഞു. അപ്പോ ഇതിനിടയിൽ തന്നെയാണ് പൾസർ സുനി ജയിലിൽ നിന്നും ഒരു കത്ത് പുറത്തുവിടുന്നു. ആ കത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്, ആ കത്ത് പുറത്തുവിടുന്നതിൽ തന്നെ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ദിലീപ് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് അതിൽ ചില കാര്യങ്ങൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ആ കത്തിൽ എന്താ പറയുന്നത്? ആ കത്തിൽ വിവരിക്കുന്നത്, ഞാൻ നടനോട് കൂറ് പുലർത്തി, പക്ഷേ ഞാൻ ജയിലിലായി കഴിഞ്ഞു. ഇപ്പോ എനിക്ക് നിയമപരമായുള്ള സഹായം നടനിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ള സബ്ജക്റ്റാണ് ആ കത്തിന്റെ അകത്തുള്ളത്. ആ കത്തുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആലുവയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ തന്നെ ദിലീപിനെ വിളിച്ചു വരുത്തുകയാണ്. സ്വാഭാവികമായി നോട്ടീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന ഏത് പൗരനും ഒരു പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളെ വിളിച്ചാൽ അവിടെ കൃത്യമായി പോകാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെയുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് വളരെ വ്യക്തമായി നിയമജ്ഞരുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം പോലീസിനോട് സഹകരിച്ച് ആ ചോദ്യം ചെയ്യലിന് അവിടെ ഹാജരാകുന്നു. 13 മണിക്കൂറിലധികം ദിലീപിനെ അവിടെ ചോദ്യം ചെയ്യുന്നു. അവിടെ വച്ച് തന്നെയാണ് ദിലീപിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ദിലീപിന് മുൻകൂർ ജാമ്യത്തിന് പോലും പോകാനുള്ള ഒരു സാധ്യമായുള്ള സാഹചര്യം കൊടുക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ദിലീപിന് എതിരായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ദിലീപ് ഈ കേസിൽ കൃത്യതയുള്ള ഗൂഢാലോചന നടത്തിയെന്നും കോടതി വിധി ശരിയല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മുൻ ഒരു പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നു. അദ്ദേഹം പറയുന്നതാണ്, പല കേസുകളിലും പല ആളുകളെയും താഴത്തെ കോടതി വെറുതെ വിട്ടു, മേളത്തെ കോടതികളെല്ലാം അവരെ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലും ദിലീപ് കുറ്റക്കാരനാണ്, ഇതിലും കൃത്യമായിട്ട് ദിലീപിനൊരു
ശിക്ഷ വേണ്ടതാണ്. കോടതിക്ക് അതിന്റെ അകത്ത് പിശക് പറ്റി, അതിന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഉണ്ട് എന്നുള്ളതാണ് മുൻ ഒരു പ്രോസിക്യൂഷൻ ഡയറക്ടറുടെ ഇപ്പോഴത്തെ പുതിയ ഒരു വാദം വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുകയാണ്, ആരാണ് ഗൂഢാലോചന നടത്തിയത്, നടിയെ ആക്രമിക്കപ്പെട്ടത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരു കൗതുകരമായിട്ടുള്ള ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് മാധ്യമങ്ങൾ തന്നെ ഇപ്പോ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ സാർ പറഞ്ഞിരുന്നു ഇതിന് പിന്നിലൊരു പ്രമുഖനായ ഒരു സംവിധായകനാണ് ഈ ഒരു കേസിന് പിന്നിലുള്ളത് എന്ന് സാർ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരേ സമയം നടിയെ ആക്രമിച്ച കേസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല, അത് യാഥാർത്ഥ്യമായി നടന്ന സംഭവം തന്നെയാണ്. അതേസമയം പ്രതിസ്ഥാനത്ത് ദിലീപ് വന്നതാണ് ഫാബ്രിക്കേറ്റഡ് എന്ന് സാർ പറയുമ്പോൾ പിന്നെ ആരായിരുന്നു ആ സംവിധായകൻ, അല്ലെങ്കിൽ ആ ഒരു മറ്റു പല താരങ്ങളുടെയും പ്രമുഖ താരങ്ങളുടെയും പേരുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ 2017 മുന്നേ ഉള്ള ഒരു 5 വർഷക്കാലത്തെ ഒരു സിനിമയുടെ ഒരു ചരിത്രം തന്നെ നമുക്ക് നോക്കാം. ആ ഒരു സിനിമയുടെ ചരിത്രത്തിൽ ഈ തിയേറ്ററുകൾ ഫുള്ളായി ഓടുന്നത് ദിലീപിന്റെ സിനിമകളാണ്. ഒരു വർഷം 2-3 സിനിമകൾ നിർമ്മിച്ച് പുറത്തുവിടാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു നടനായി, ഒരു പ്രമുഖ നടനായി ദിലീപ് 2017 മുന്നേ തന്നെ വളർന്നു കഴിഞ്ഞു. അപ്പൊ ദിലീപിനെതിരെ വലിയ ആസൂത്രിതമായിട്ടുള്ള വലിയ ആളുകളുടെ, സിനിമാ നടന്മാരുടെ തന്നെ, അല്ലെങ്കിൽ സിനിമാ സംവിധായകന്മാരുടെ, സിനിമാ നിർമ്മാതാക്കളുടെ, അതുപോലെ തന്നെ സിനിമകൾ മറ്റു ഏജൻസികളുടെ ഒക്കെ ശത്രുതകൾ വ്യാപകമായി ഉണ്ടായ ഒരു സാഹചര്യമാണ് 2017 മുന്നേ ഉള്ളത്. ഇപ്പൊ നമുക്ക് സിനിമാ ലോകത്തിൽ അറിയപ്പെടുന്ന പല യുവ നടന്മാരും അന്ന് ദിലീപിന്റെ കാലഘട്ടത്തിൽ മുഖം പോലും സിനിമയിൽ കാണിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഒതുങ്ങി നിന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ദിലീപിന്റെ ഈ കേസ് വന്ന് ദിലീപ് അപ്രസക്തമായി മാറി കഴിഞ്ഞതിനു ശേഷം സിനിമാ ലോകത്ത് പ്രശസ്തരായ ചില നടന്മാർ സംശയത്തോടു കൂടി ദിലീപ് തന്നെ കാണുകയാണ്, ഇവരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ദിലീപ് തന്നെയാണ് പറയാതെ ചില ഘട്ടങ്ങളിൽ പറയുകയാണ്. അപ്പൊ ദിലീപിനെ ശരിക്കും സിനിമാ വ്യവസായത്തിൽ കടുത്ത ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ചില സംവിധായകന്മാരുടെ, ദിലീപിനെതിരെ പ്രതികരിച്ച ചില സംവിധായകന്മാരുടെ വാക്കുകൾ തന്നെ നമ്മൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ ദിലീപിനോട് വളരെ വലിയ പക ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഇപ്പോ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഈ ഒരു കേസിന്റെ അന്വേഷണ സംഘത്തിലുള്ളവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നീതി ഇപ്പോഴും അകലെയാണ്, നീതിക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടും, ഇതല്ല വിധി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ കേസ് അടുത്ത സുപ്രീം കോടതിയിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും ദിലീപ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം കൃത്യതയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും പല രീതിയിൽ വിചാരണ കോടതിക്ക് എതിരെയും അനുകൂലമായും ഒക്കെ ഇടപെട്ട ഒരു സാഹചര്യം നമുക്കിവിടെയുണ്ട്. ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്, ഈ കുറ്റകൃത്യം നടന്നതായി പ്രോസിക്യൂഷൻ പറയുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് എനിക്ക് കാണാൻ വേണം, ഞങ്ങൾക്ക് വാദിക്കാൻ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന 2018 തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ടു കാര്യങ്ങളും അന്ന് ഹൈക്കോടതി നിരസിക്കുകയാണ് ചെയ്തത്. 2018 തന്നെ ഈ നടി ഈ മെമ്മറി കാർഡ് ദിലീപ് കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ, ദിലീപിനെ കാണാനല്ല, ദിലീപിന്റെ അഭിഭാഷകനും അതുപോലെ തന്നെ ക്രോസ് വിസ്താരം നടത്താനും തെളിവ് ശേഖരിക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യത്തിന് വേണ്ടി അതിന്റെ മെമ്മറി കാർഡ് ചോദിച്ചപ്പോൾ സിനിമാ നടി, അതായത് ആക്രമിക്കപ്പെട്ട അതിജീവിത ഉടൻ തന്നെ വനിതാ ജഡ്ജിയെ ഇത് വേണം എന്നാവശ്യപ്പെട്ടതിന് പിന്നിൽ ഈ കാർഡ്, ഈ ഒരു സംഭവം നടന്ന ഒരു വീഡിയോ, ഇത് ഒരു ജഡ്ജി ആയാൽ അത് അവർക്കൊരു അപമാനമാകും എന്ന് കരുതിയിട്ടാണ് അവരത് അങ്ങനെ അവർ ആവശ്യപ്പെട്ടത്. അത് കോടതി മനസ്സിലാക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ഹണി ജഡ്ജിയെ തന്നെ അവരുടെ ഒരു പ്രത്യേക ഒരു പരിഗണിച്ചുകൊണ്ട് വനിതാ ജഡ്ജിയെ അതിജീവിതയ്ക്ക് വേണ്ടി നിയമിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നാം ഇവിടെ കണ്ടതാണ്. അതെ, ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കേസ് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ പൾസർ സുനിക്ക് പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു വമ്പൻ ആരാണ് എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വമ്പൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ നടി, ആക്രമിക്കപ്പെട്ട നടി എന്ന് പറയുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും പ്രശസ്തയായ ഒരു നടിയാണ്. അവർക്ക് പൊതുസമൂഹത്തിൽ വലിയ ഒരു സ്ഥാനവും മാനവും വലിയ സാമ്പത്തിക ഭദ്രതയുമുള്ള ഒരു നടിയാണ്. അവർക്ക് അവരുടേതായുള്ള ബിസിനസ് സാമ്രാജ്യം തന്നെ പുറത്തുണ്ട്.
അത് ദിലീപ് മാത്രമല്ല അവർക്ക് ശത്രുക്കളായിട്ടുള്ളത്. പല ആളുകളും അവർക്ക് ശത്രുക്കളായിട്ടുണ്ട്. അപ്പൊ ശത്രുക്കളായിട്ടുള്ള ആരെങ്കിലും ചെയ്ത ഒരു സംഭവത്തിന് ആ ദിലീപാണ് അത് കുറ്റക്കാരൻ എന്ന് അവർ പറയുമ്പോൾ അതിന് സമാനമായി തെളിയിക്കുന്ന ഒരു പ്രോസിക്യൂഷന്റെ എവിഡൻസ് കോടതിയിൽ എത്തിയിട്ടില്ല. കോടതിയിൽ സ്വാഭാവികമായി കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കിട്ടിയ എല്ലാ വിവരങ്ങളും അരിച്ചു പുറക്കി തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ അവതരിപ്പിച്ചത്. പക്ഷെ അതെല്ലാം നോക്കുമ്പോ വെറും ഉപകരണങ്ങളിലുള്ള ചില വീഡിയോ റെക്കോർഡ്സും ഒരു ചെറിയ ഫോൺ സംഭാഷണങ്ങളും അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ദിലീപ് സംസാരിച്ച്, അതായത് ദിലീപിനെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി എന്ന് ദിലീപ് അവകാശപ്പെടുമ്പോ ദിലീപിനെ കള്ളക്കേസിൽ പെടുത്തിയ പോലീസിനെതിരെ സ്വാഭാവികമായിട്ട് പ്രതികാര മനോഭാവം ഉണ്ടാകുന്നത് ഏതൊരു ആൾക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മളെ ഒരു കള്ളക്കേസിൽ കൊടുക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്കെതിരെ കോടതിയിലും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിലും നമ്മൾ പരാതി കൊടുക്കാറുണ്ട്. അവർക്കെതിരെ നമ്മൾ മോശമായിട്ടല്ല, അവർ നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ അവർക്ക് നീതി നടപ്പിലാക്കി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വലിയ ആക്ഷേപം നമ്മൾ മനസ്സിൽ പ്രകടിപ്പിക്കുകയും മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ ദിലീപും ഈ കേസിൽ തന്നെ കള്ളക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ കുടുക്കിയതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില വീഡിയോ ക്ലിപ്പുകളും ചില ഫോൺ സംഭാഷണങ്ങളും കാര്യങ്ങളുമെല്ലാം ഇവിടെ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു. ആ കാര്യങ്ങളിലെല്ലാം ഈ നടിയെ ഈ ദിലീപ് ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ഇത് സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ അതിന്റെ അകത്ത് പൂർണ്ണമായിട്ടും ഇല്ലാത്തതാണ്. ആ ഇല്ലാത്ത കാര്യങ്ങൾ ആണ് സ്വാഭാവികമായിട്ട് കോടതിക്ക് ഒരു കാരണവശാലും അത് മുഖവിലേക്ക് എടുക്കുകയോ അതിന്റെ പേരിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് കണ്ടെത്താനോ കഴിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. കോടതി കൃത്യമായി എല്ലാ തെളിവുകളും പരിശോധിച്ചു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യമായി കുറ്റകൃത്യം നടത്തി എന്ന് അക്കമിട്ട് ഓരോ വാക്കുകളിലും അവർ ചെയ്ത കാര്യങ്ങളുടെ കുറ്റകൃത്യത്തിന്റെ ആഴവും നിരപ്പുമെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ദിലീപിന്റെ വിഷയം വരുമ്പോൾ ദിലീപും ആ നടിയെ ആക്രമിച്ച ആ ഒരു സംഭവമായി കണക്ട് ചെയ്യുവാൻ ഉതകുന്ന കൃത്യതയുള്ള വ്യക്തതയുള്ള തെളിവുകൾ ഇവിടെ അഭാവം കൃത്യമായി കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദിലീപ് ഇന്ന് പുറത്തു വരുവാൻ കാരണം. അപ്പോ ഇനി ബാക്കി ഈ പറയുന്നത് പോലെ അടുത്ത ഒരു തുടർ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു തുടർ അന്വേഷണം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപ്രസക്തമാണ്. അത് കോടതി ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. തുടരൊരു അന്വേഷണം സർക്കാരിന് നടത്തണമെങ്കിൽ അത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇനി നടത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദിലീപിന് ആ കോപ്പിയും ദിലീപിന്റെ ഭാഗവും കേട്ടതിന് ശേഷം മാത്രമേ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായി നടത്താനുള്ള ഒരു അനുമതി കോടതി കൊടുക്കാറുള്ളൂ. സ്വാഭാവികമായിട്ട് അതായത് വിചാരണ കോടതി പരിഗണിച്ച തെളിവുകൾ മാത്രമേ മേൽക്കോടതിക്കും ഹൈക്കോടതിക്കും അതിനു മുകളിൽ സുപ്രീം കോടതിക്കും പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. പുതിയതായി ഒരു തെളിവ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്താൽ അത് ദിലീപിന് അനുകൂലമായി വരും. ഒരു കാരണവശാലും നിയമപരമായി ഇനി ഈ വിചാരണ കോടതിയിൽ ഉൾപ്പെടുത്താത്ത ഒരു തെളിവ് ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അത് ഫാബ്രിക്കേറ്റ് ആയിട്ടാണെന്നും അത് ഒരു കാരണവശാലും അത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നതല്ല. അതെ. അപ്പൊ ഇനി ഇതുമായി തുടരന്വേഷണത്തിന് കാര്യമില്ല എന്നാണ് സാറ് പറഞ്ഞത്. പക്ഷേ 1 മുതൽ 6 വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായി പറയുന്ന അതിജീവിതയോട് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഇവരുടെ പിന്നിൽ ആരാണ് എന്നുള്ളത് അറിയേണ്ടതും അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടതും ഈ പറയുന്ന അതിജീവിതയുടെ നീതി നടപ്പാക്കേണ്ടത് തന്നെയല്ലേ? ഗൂഢാലോചന ദിലീപ് നടത്തി എന്നതിന് തെളിവില്ലാത്തത് കൊണ്ടാണ് ദിലീപ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഒരു ദിലീപിന് അതിന് തെളിവുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു തെളിവ് ഇനി പുതിയതായിട്ട് കൊണ്ടുവരാൻ ഒരു കാരണവശാലും അതിജീവിക്ക് സാധ്യമല്ല. പക്ഷെ അതിജീവിതയ്ക്ക് ഹൈക്കോടതിയിലും അതിജീവിതയ്ക്ക് സുപ്രീം കോടതിയിലും പോകാനുള്ള എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ സർക്കാരിനും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊടുക്കാൻ കഴിയും. കാരണം ഇത് ഞങ്ങൾക്ക് ഒരു കോടതിയുടെ ഉത്തരവ് റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ, അതായത് സെക്ഷൻ കോടതിയിൽ തന്നെ ഒരു പെറ്റീഷൻ അവർക്ക് മൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. പിന്നെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇതുമായി എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ഈ ഒരു വിഷയമായി നമുക്ക് ഇരിക്കാം. ഓക്കെ, താങ്ക് യു.